1980 കാലഘട്ടത്തിലെ ഒരു നാടൻ കഥ. ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രമാണ്. പറ്റിപ്പോ തന്നെ കുറയാലോ. മുത്തച്ഛനോടൊന്ന് ഇവിടെ വരെ വരാൻ പറയണം. എന്താ കരിമീൻ ഇഷ്ടമാണോ? സാരമില്ല, മീൻ വേണം. എന്റെ അച്ഛൻ ഇരിക്കാറുണ്ടായിരുന്ന കല്ലായിരുന്നു. അറിയാതെ അച്ഛൻ മനസ്സിൽ വന്നു. പേടിക്കണ്ട, ഞാനിവിടെ വാഗയാട് പുതിയതായി വന്നാണ്. കോട്ടയത്താണ്. രഘു എന്നാണ് പേര്. അച്ഛനിപ്പോ എന്താ വീഡിയോ ഗോപാലേട്ട സാധനം തമ്മില മുത്തശ്ശ പച്ച കൊറേ ആയെന്ന് പറഞ്ഞു. നോക്കട്ടെ, ഞാൻ തിരക്കൊള്ളുന്നവരെ കാത്തു നോക്കി. വിളിച്ചിട്ട് വാ, വിളക്ക് വെക്കാൻ സമയായി. ആകാശവാണി കോഴിക്കോട് 9:16 തുടർ നാടകം ഉമ്മാച്ചു. ഇന്ന് തന്നെ ബാലൻ തേങ്ങ പതിക്കാൻ വന്നാൽ മതിയായിരുന്നു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്റെ മോക്ക് നല്ലൊരാള്.
അച്ഛാ, അച്ഛൻ ഇന്നലെ ചൂണ്ടില് കടവിൽ വെച്ച് മറന്നൂലേ? അതൊക്കെ അച്ഛൻ ഓർമ്മയുണ്ട് മോളെ. ഇന്ന് തോനെ കരിമീൻ കിട്ടണം മുത്തപ്പാ. അച്ഛാ, അതിലെ വലിയ കരിമീനൊന്നും ഇല്ലേ അച്ഛാ? അതൊക്കെ അടിയിലുണ്ട് മോളെ, ഇത് നന്നാക്കട്ടെ. ഇത് അമ്മ വന്നില്ലേ, ബാക്കിയൊക്കെ അമ്മ ആയിക്കോളൂ. എന്റെ കൂടെ എന്ത് രസിക്കാനുള്ള പരിപാടി, ഞാനൊന്ന് നോക്കി വരാം. കരിമീനും കിട്ടി, മുത്തപ്പന്റെ കള്ളും കിട്ടി. കുറച്ച് എനിക്കും വേണം. പെണ്ണുങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല. അതെന്താ? കൂട് വാങ്ങിപ്പോവും. രാഘവ, വീടൊന്നും നന്നാക്കണം. മോളത്തെല്ലാം വീഴാറായി. എല്ലാം ശരിയാവും സാർ. മരിക്കുന്നതിനിടയ്ക്ക് മീനുമൂല ഇറങ്ങിപ്പോകുന്നതൊന്ന് കാണണം. സ്ത്രീകളൊക്കെ വേണ്ടേ? അതിനൊക്കെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു പാറ്റ് കഴിക്കാറുണ്ട്, പിന്നെ ഒരു കുറിയും വിളിക്കാറുണ്ട്. നിനക്കറിയോ എന്റെ ജാനു, നിന്റെ അമ്മ പോയ പിന്നെ ഇന്നാണ് ഞാനൊന്ന് മനസ്സുറക്കുന്നത്. ഒന്നും നമ്മൾ കരുതുന്നിടത്തല്ലോ. നമ്മുടെ മീനമൂളം പോലെ തന്നെ കരിമീൻ ഇഷ്ടക്കാരിയായിരുന്നു അമ്മോളും. കരിമീനില്ലാതെ ഊണ് കഴിക്കില്ലായിരുന്നു. അതെ, കരിമീൻ കൊടുത്തയക്കാൻ മറക്കരുത്. ഓ ശരി, എത്തിച്ചോളാം. എന്റെ ജാനു, അതാണ് നമ്മൾ മീനൊന്നും കിട്ടിയത്. അച്ഛാ, കരിമീനായി, ചോറ് കഴിക്കുക. ഒരു കരിമീൻ കൊതിയെത്തി. നിന്നെ ഒരു മീൻകാരനെ കൊണ്ട് കെട്ടിക്കണം. അമ്മ പറയുന്നത് കേട്ടില്ലേ? അമ്മയ്ക്ക് മീൻ പിടിക്കുന്നത് കണ്ടാ തറച്ചിട്ടു. ഓളെ വിഷയം മാറ്റിയാ ഞാൻ കല്യാണം കഴിച്ച് എങ്ങും പോയില്ല. ഇവിടെ അമ്മേന്റെയും അച്ഛന്റെയും മുത്തശ്ശന്റെയും കൂടെ ചോറും കരിമീനും കഴിച്ച് ഇവിടെ താമസിക്കും. നിന്റെ ബുദ്ധി കൊള്ളാലോ. നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി സുന്ദരിയായി നടന്നാല് രാജകുമാരന്മാര് വരും. എനിക്ക് രാജകുമാരന്മാരൊന്നും വേണ്ട. മൂക്ക് നല്ലൊരാണ്. ആ ചെങ്ങൾ വരി, ഇവിടെ കരിമീനെ കൊണ്ട് ചോറ് കഴിക്കുക. ഒന്നുകൂടെ വരെ. രാഘവേട്ടോ,
ഞങ്ങള് പോവുക. ആ നിങ്ങൾ നടക്കി 2 കരിമീൻ കിട്ടുമോ നോക്കട്ടെ. മോക്കതില്ലാണ്ട് ശരിയാകില്ലേ? ആ എന്തെങ്കിലും കഥയും പറഞ്ഞു വൈകിയായിരിക്കും. എന്തായാലും ഞാനൊന്ന് പോയി നോക്കാം. സൂക്ഷിക്കണേ. രവിയോ, നിങ്ങളെ മുന്നോട്ട് പോയിട്ട് രാഘവനെവിടെ? രാഘവേട്ടൻ കടവിലൊന്ന് തല കറങ്ങി വീണു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൃഷ്ണന് കൂടെ പോയിക്ക്. പിന്നെ കുറച്ചധികമാണെന്നാ പറയുന്നത് കേട്ടത്. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോവുക. എല്ലാം വളരെ പെട്ടെന്നായില്ലേ. രാഘവേട്ടന്റെ അമ്മയും മരിച്ച അങ്ങനെ തന്നെ. എന്താ അച്ഛാ? മുത്തശ്ശ, എന്ത് പറ്റി മുത്തശ്ശ? മുത്തശ്ശ, മുത്തശ്ശ, എന്താ അച്ഛാ? അച്ഛൻ്റെ വരില്ല പോലെ. അച്ഛനിപ്പല്ലേ കരിമീനായിട്ട് വരും. അച്ഛ കരിമീൻ അവിടെ വൈകുന്നേരം കൊണ്ടുവരാം മോളെ. മോളെ വഴക്ക് വെക്ക്.
ഇതെവിടുന്നാ? അമ്മയ്ക്ക് കാണിച്ചു തരാം. ആരാ ദേവി? അറിയില്ല അച്ഛാ. പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്നൊന്നും വായിക്കരുത്. പൈസ കൊടുത്തിട്ടില്ലല്ലോ. തന്നപ്പോ അറിയാതെ വാങ്ങിപ്പോയി മുത്തശ്ശ. അല്ല, ഇന്ന് കൃഷിപ്പണിക്കൊന്നും പോയില്ലേ? ഇന്ന് മെയിനോട്ട് വന്നാതെ കരിമീൻ പിടിച്ചു നിൽക്കുന്ന കാര്യം. ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ കൃഷിപ്പണിക്ക് വന്നിട്ട് മീൻ പിടിച്ചിരുന്നാ മതി രണ്ടാളും. ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ആ, ഇന്നിത്രേ വൈകി പോയി. മീനല്ല പറഞ്ഞത് ഇയാൾക്ക് കരിമീൻ ഇഷ്ടമാണ്. അത് സത്യ. അമ്മയോട് മുത്തശ്ശനോട് പറഞ്ഞു? ഇല്ല, അത് രഘുവേട്ടനല്ലേ പറയേണ്ടത്. ഒരുപാട് വൈകി, ഞാൻ കൊണ്ടാക്കാം. ഞാൻ രഘു, ഇതെന്റെ സുഹൃത്ത് ബഷീർ. കാര്യങ്ങളെല്ലാം മീന് പറഞ്ഞിട്ടുണ്ടാവും. എന്താ നിങ്ങളുടെ തീരുമാനം? അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ ഏട്ടനുണ്ടാവും. അടുത്ത മാസം ബഷീറിന്റെ നിക്കാഹുണ്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിൽ പോകും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ എടുക്കാൻ മറന്നു. പിന്നെ ആവാം. ഒരു സോന ഗന്ധമായി വന്നിടുമോ.
അലിഞ്ഞെന്തി മാറിൽ കനകക്കിനാവായി പടർന്നിടുമോ തൊടിയിലെ പൂക്കളെ നിങ്ങൾ കരുതിയ തേൻകണം എൻ ചുണ്ടിൽ പകരുമോ എന്റെ മാരന്നു നൽകുവാൻ ഓ ഓ നാളെ ഉച്ചയ്ക്ക് മുന്നേ എല്ലാരും എത്തൂലേ? നാളെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണം. അപ്പൊ കാര്യമായിട്ട് തന്നെയാണല്ലേ? തീർച്ചയായും. അമ്മ സമ്മതിച്ചോ? അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വിശ്വയുടെ നാളെ വരുമല്ലോ, അപ്പൊ തീരുമാനമാകും. അല്ലടോ, അപ്പോ ശ്രീധരത്തിന്റെ കാര്യമൊക്കെ? അവളെക്കാളും വലിയ ശ്രീധരം വേറെ വേണം. ഏതായാലും നേരെ വൈകി മീനൂര് 2 കരിമീൻ കിട്ടും നോക്കാം. ആ എന്തൊക്കെ അടിച്ചു. രക്തോട്ടം കൂട്ടണ്ട, നീ അനങ്ങാണ്ടിരിക്കി. ഞാൻ ജീപ്പ് കിട്ടുമെന്ന് നോക്കാം. മേനുവിന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു. അത്യാവശ്യമായിട്ട് ഒന്ന് ഫോൺ ചെയ്തോട്ടെ. അതിനെന്താ ചെയ്തോളൂ. അവര് വരാൻ പറഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ. വല്ലാത്തൊരു വിഷമമായി പോയി. കുട്ടികളെ വിഷമിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങള് ഞാനൊന്ന് പുറത്തുപോയി നോക്കിയാലേ. ആരാ? ഇന്നലെ കൃഷി സ്ഥലത്ത് നിന്ന് മൃഗഘടന പാമ്പ് പിടിച്ച വിവരത്തിന് ഫോൺ വന്നിരുന്നു. അതിവിടെ പറയാൻ മറന്നുപോയി. ഇപ്പൊ എവിടെയാണുള്ളത്? മെഡിക്കൽ കോളേജിലാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എന്താ കാര്യം? ജയ്ക്കൂനെ പാമ്പ് കടിച്ചു വിവരം കേട്ടു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. എന്താ മുത്തശ്ശ? രഘുവിന് പാമ്പ് കടിച്ചിട്ട് മെഡിക്കൽ കോളേജിലാണ്. ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. കേരളത്തിന് സംസ്ഥാന മത്സ്യം എന്ന പദവിയുള്ള കരിമീൻ യഥാർത്ഥ പ്രണയത്തിന്റെ സിംബൽ കൂടിയാണ്. ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ മത്സ്യം ഇണയെ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ഇണയെ തേടുകയില്ല എന്ന് മാത്രമല്ല, ഇര തേടാതെ സ്വയം മരണം പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ഇണയെ മാത്രമായി കിട്ടുക അപൂർവമാണ്. ഇവ എപ്പോഴും ഒരുമിച്ച് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. സസ്യബുക്കുകളായ ഇവ നിഷ്കളങ്കമായ മത്സ്യമായി അറിയപ്പെടുന്നു. ഇണയെ നഷ്ടപ്പെടുന്ന വേദന താങ്ങാനാവാതെ സ്വയം മരണം വരിക്കുന്ന കരിമീൻ സ്നേഹം ഒരു കേരള തനിമയായി അറിയപ്പെടുന്നു. കരിമീനിനെ കൊല്ലുന്നത് പാപമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സമൂഹം തെക്കേ ഇന്ത്യയിലുണ്ട്. കേരളത്തിലും നിലനിന്നതായി പറയപ്പെടുന്നു. മീൻ കൃഷിയായി ഇന്ന് കേരളത്തിൽ ഇവ മാറിയെങ്കിലും കരിമീൻ ജനിതകമായും ജീവശാസ്ത്രപരമായും വേറിട്ട് നിൽക്കുന്നു. മീൻ പിടയുന്നത് കാണുമ്പോൾ ആരും വേദനിക്കുന്നില്ല, പകരം ആസ്വദിക്കുന്നു. അവയെയും ഒരു ജീവിയായി കാണാൻ നമ്മൾ മടിക്കുന്നു. മുത്തശ്ശ, നമ്മൾ പാപം ചെയ്തു പോയോ? ഈ സത്യമൊന്നും നമുക്കറിയില്ല മോളെ. മുത്തശ്ശ, കൃഷി സ്ഥലത്ത് നിന്ന് എന്തോ കടിച്ചിരുന്നു. പാമ്പാണെന്ന് സംശയിച്ച് ഇവിടുത്തെ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. വിഷമില്ലാത്ത എന്തോ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. മേനോന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. പറഞ്ഞില്ലായിരുന്നോ? ഇപ്പഴാണ് എവിടെ കരിമീന്റെ ആള്? അവൾ തണുപ്പ് കിടക്കുക.
ഈ വിവരം അറിഞ്ഞ ശേഷം ഒരു ചൂണ്ടി ഒരു ഓർമ്മിച്ചിട്ടില്ല. എനിക്കൊന്നും പറ്റിയില്ല. ഇനി നമുക്ക് കരിമീൻ പിടിക്കണ്ട. എന്തു പറ്റിപ്പോയി നിനക്ക്? എന്നാലും എന്താ പറ്റിയത്? കരിമീൻ പിടിക്കണ്ടെന്ന് പറയാൻ? കരിമീൻ യഥാർത്ഥ പ്രണയത്തിന്റെ സിംബൽ കൂടിയാണ്. ആൺ പെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ മത്സ്യം ഇണയെ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ഇണയെ തേടുകയില്ല എന്ന് മാത്രമല്ല, ഇര തേടാതെ സ്വയം മരണം പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ഇണയെ മാത്രമായി കിട്ടുക അപൂർവമാണ്. ഇവ എപ്പോഴും ഒരുമിച്ച് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. സസ്യബുക്കുകളായ ഇവ നിഷ്കളങ്കമായ മത്സ്യമായി അറിയപ്പെടുന്നു. ഇണയെ നഷ്ടപ്പെടുന്ന വേദന താങ്ങാനാവാതെ സ്വയം മരണം വരിക്കുന്ന കരിമീൻ സ്നേഹം ഒരു കേരള തനിമയായി അറിയപ്പെടുന്നു. കരിമീനിനെ കൊല്ലുന്നത് പാപമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സമൂഹം തെക്കേ ഇന്ത്യയിലുണ്ട്. കേരളത്തിലും നിലനിന്നതായി പറയപ്പെടുന്നു.